ഒരു വചനം, അതിലേക്ക് ഞാൻ കടക്കാൻ താല്പര്യപ്പെടുന്നു. നിങ്ങളുടെ ഇവരെ പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. ആരംഭമായിട്ട് വായിക്കാം. യോവേൽ പ്രവചന പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 25, 26, 27 വാക്യങ്ങൾ ആർക്കെങ്കിലും വായിച്ച് സഹായിക്കാം. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടിക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. നിങ്ങൾ വീണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എൻ്റെ ജനം ഒരു നാളിൽ ലജ്ജിച്ചു പോകുകയുമില്ല. ഞാൻ ഇസ്രായേലിന് നടുവിലുണ്ട്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. എൻ്റെ ജനം ഒരു നാളിൽ ലജ്ജിച്ചു പോകുകയുമില്ല. ഇന്ന് രാത്രി ദൈവാത്മാവ് ഞാൻ രാവിലെ വന്ന് അല്പസമയം വിശ്രമിക്കാൻ വേണ്ടി കയറി. പക്ഷേ ദൈവാത്മാവ് എന്നോട് പറഞ്ഞ് ഇച്ചിരി നേരം പ്രാർത്ഥിക്കായിരുന്നു. അന്നേരം തന്ന ദൂതാണ് ഞാൻ ഇന്ന് രാത്രി നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ താല്പര്യപ്പെടുന്നത്. ടോട്ടൽ റെസ്റ്റോറേഷൻ എന്നാണ് എൻ്റെ ടോപ്പിക്ക്. നഷ്ടപ്പെട്ട സകലതും നമ്മൾ തിരിച്ചെടുക്കും. ആമേൻ. അത് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. യോവേൽ പ്രവചന പുസ്തകം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതമായിരിക്കുന്ന വാക്യങ്ങളാണ്. പലപ്പോഴും പല ദൈവദാസന്മാർ വിവിധ രീതിയിൽ പ്രസംഗിച്ചിട്ടുള്ളതും ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നതിലിരുന്ന് അധികം പോയിന്റ്സ് ഒരു പക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. പരിശുദ്ധാത്മാവ് ഈ വചനത്തിൽ കൂടി നൽകിത്തന്ന ദൂതിനെ ഞാനിവിടെ റിലീസ് ചെയ്യും. ആമേൻ. എൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് വചനത്തിൽ കൂടിയുള്ള പ്രവചനമായിരിക്കും. അത് ഏറ്റെടുക്കുന്നവർ അതിൻ്റെ വിടുതൽ നിങ്ങൾ കണ്ടിരിക്കും. അതിന് എനിക്ക് ഉറപ്പുണ്ട്. സ്തോത്രം. ചുമ്മാ ദൈവം എന്നെ ഒരു സ്ഥലത്ത് അയക്കത്തില്ല. അയക്കുകയാണെങ്കിൽ അവിടെ ചില വിടുതലുകൾ നടന്നിരിക്കും. അത് വിശ്വസിക്കുന്ന ദൈവ മക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യോവേൽ പ്രവചനം എന്ന് പറയുന്നത് ഈ ബൈബിളിൽ പഴയ നിയമത്തിൽ 12 മൈനർ പ്രോഫിറ്റ്സ് ഉണ്ട്. ഓശയ മുതൽ മലാഖി വരെ ഇരിക്കുന്ന 12 മൈനർ പ്രോഫിറ്റ്സും മേജർ പ്രോഫിറ്റ്സ് എന്ന് പറയുന്ന 4 പേരുണ്ടായിരുന്നു. യെശയ്യാവ്, യെരമ്യാവ്, യെഹസ്കേൽ, ദാനിയേൽ എന്നത്. ദൈവസഭയിൽ മൈനർ എന്നും മേജർ എന്നും ചെറിയ പ്രവാചകനെന്നും വലിയ പ്രവാചകനെന്നും അങ്ങനെ ഉണ്ടോ പാസ്റ്റർ എന്ന് ചോദിക്കരുത്. അവരെഴുതിയ ആ പുസ്തകത്തിൻ്റെ വലിപ്പം വെച്ചാണ് അത് പറയുന്നത്. മേജർ പ്രോഫിറ്റ് എന്ന്, മൈനർ പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞ്. യോവേൽ പ്രവാചകൻ റൂബൻ ഗോത്രത്തിൽ നിന്ന് വന്ന ഒരു പ്രവാചകനാണ്. റൂബൻ ഗോത്രം എന്ന് പറയുന്നത് ബർത്ത് റൈറ്റ്സ് ഉള്ള, അവകാശമുള്ള ഒരു ഗോത്രമാണ്. ഇവിടെ വായിച്ച വചനത്തിൽ വെട്ടുക്കിളിയും പച്ചപ്പുഴും തുള്ളനും വിട്ടലും തിന്ന് നശിപ്പിച്ച സംവത്സരങ്ങളെ ഞാൻ നിങ്ങൾക്ക് മടക്കി തരുമെന്ന്. പ്രൈസ് ഗാഡ്. ഗോഡ് വിൽ ബ്രിങ് ഇറ്റ് ബാക്ക്. ദൈവം തിരിച്ചു കൊണ്ടുവരും. എന്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇന്ന് പകൽക്കാലം ചിലർക്ക് കൃപ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ചിലരുടെ ആരാധന നഷ്ടപ്പെട്ടിട്ടുണ്ട്, ചിലരുടെ സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ട്, ചിലർക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്, സാമ്പത്തികമായി ചില നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ദൈവം എന്നെ ഇവിടെ അയച്ചത് നഷ്ടം പറഞ്ഞേച്ച് പോകാനല്ല, നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കൊടുക്കുന്ന ഒരു ദൈവം നമ്മുടെ മധ്യത്തിൽ ഉണ്ട് എന്ന് വിളിച്ചു പറയാനാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവം, മൈ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് റെസ്റ്റോറേഷൻ. നമ്മുടെ ദൈവം നഷ്ടങ്ങളെ അവൻ പുനഃസ്ഥാപിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ വചനപ്രകാരം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് ഞാൻ ഒത്തിരി കടക്കാൻ താല്പര്യപ്പെടുന്നില്ല. ദ സിറ്റുവേഷൻ, പ്രവാചകൻ കടന്നു പോകുന്ന സിറ്റുവേഷൻ വെരി സാഡ് സിറ്റുവേഷന്. 1-ാം അധ്യായം എന്ന് പറയുന്നത് സകലം നഷ്ടത്തിൻ്റെ അധ്യായമാണ്, ദുഃഖത്തിൻ്റെ അധ്യായമാണ്, നിരാശയുടെ അധ്യായമാണ്, കണ്ണുനീരിൻ്റെ അധ്യായമാണ്. ഒന്ന് മാറി മറ്റൊന്നെന്ന് പറഞ്ഞ് ശത്രുവിൻ്റെ
ആക്രമണങ്ങൾ നടന്ന് സകലതും നശിപ്പിച്ച് കളയുന്ന അവസ്ഥയാണ്. അതിൻ്റെ മധ്യത്തിലാണ് നമുക്കൊരു 2-ാം അധ്യായം തുടങ്ങുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, 1-ാം അധ്യായം നഷ്ടത്തിൻ്റെ അധ്യായമാണെങ്കിൽ 2-ാം അധ്യായം നമുക്ക് തിരിച്ചു പിടിക്കുന്ന അധ്യായമായിരിക്കും. ഈ ലോകത്തിൽ പലർക്കും ഒരു അധ്യായം കൊണ്ട് അവസാനിക്കുമ്പോൾ ദൈവ പൈതലിന്, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ദൈവമക്കൾക്ക് ഒരു 2-ാം അധ്യായമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം എന്ന് പറയുന്നത് വഴികൾ മുട്ടിയ അധ്യായമായിരുന്നു. മുൻപിൽ ചെങ്കടലും പുറകിൽ ഫറവോന്റെ സൈന്യവും, വഴിമുട്ടിക്കിടക്കുന്ന അവസ്ഥ. എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ജനം പുരുപുരുക്കുന്ന സമയമാ. പക്ഷെ ദൈവം മോശയോട് പറഞ്ഞു, നീ എന്തിനാ മടിച്ചു നിൽക്കുന്നത്? ജനത്തെ മുൻപോട്ട് പോകാൻ പറ. എവിടെ കർത്താവേ പോകേണ്ടത്? മുൻപിൽ ചെങ്കടലുണ്ടല്ലോ, പക്ഷെ എൻ്റെ ദൈവം എവിടെ വഴിയില്ലയോ അവിടെ വഴി തുറക്കാനും. ഇന്ന് പകൽക്കാലം ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, എല്ലാ വഴി അടഞ്ഞാൽ തമ്പുരാൻ നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി അവൻ വഴി തുറക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഉണ്ടെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുത്തോ. സ്തോത്രം. 14-ാം അധ്യായം ദുഃഖത്തിന്റെ അധ്യായമായിരുന്നു. ചെങ്കടൽ മുൻപിലുള്ള അധ്യായമാ. പക്ഷെ 15-ാം അധ്യായം വരുമ്പോ മിരിയാം തപ്പെടുത്ത് തുള്ളിച്ചാടി ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്ന അധ്യായം. ഹല്ലേലൂയ. ഒരു അധ്യായം പ്രതികൂലമാണെങ്കിൽ അടുത്ത അധ്യായം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാ. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ജൂൺ മാസത്തില് പല പ്രതികൂലത്തിൽ നീ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നിന്റെ അധ്യായം തീരുകയില്ല. നമ്മുടെ ദൈവം നിനക്ക് വേണ്ടി റിസ്റ്റോർ ചെയ്യുന്ന ദൈവമാ. നിനക്ക് 2-ാം അധ്യായം തുടക്കമിടും ദൈവം. ഈ പുതിയ നിയമത്തിൽ യോഹന്നാൻ സുവിശേഷത്തിൽ 11-ാം അധ്യായം എന്ന് പറയുന്നത് കണ്ണുനീരിൻ്റെ അധ്യായം, മരണത്തിൻ്റെയും ദുഃഖത്തിൻ്റെ അധ്യായമാണ്. യേശു ഏറ്റവും സ്നേഹിച്ച തൻ്റെ സ്നേഹിതനായ ലാസർ മരിച്ചു കിടക്കുന്ന ഒരു അധ്യായമാണ്. സ്തോത്രം. മരിച്ച് നാറ്റം വെച്ചു. യേശു അധികം ദൂരമൊന്നുമല്ല, 15 ഫർലോങ്ങിൻ്റെ ദൂരത്തിലേ ഉള്ളൂ. രോഗിയായി കിടക്കുമ്പോൾ തന്നെ വാർത്ത കിട്ടി സുഖമില്ലാതെ കിടക്കുന്നുണ്ടെന്ന്. യേശു പറഞ്ഞു, ഈ രോഗം വന്നത് അവൻ്റെ മരണത്തിനല്ല, ദൈവനാമ മഹത്വത്തിനാണെന്ന്. ശിഷ്യന്മാർ ഓർത്തു, ഓ സ്തോത്രം, അവൻ മരിക്കയില്ല എന്ന്. ഹല്ലേലൂയ. പക്ഷേ ദൈവവചനത്തിൻ്റെ പ്രമാണത്തിൽ 11-ാം അധ്യായത്തിൽ നമുക്കറിയാം ലാസർ മരിച്ചു. ലാസർ മരിച്ച വാർത്ത കേട്ടിട്ട് പോലും യേശു വന്നിട്ടില്ല. യേശു ഒരു അന്ത്യശുശ്രൂഷ ചെയ്യാൻ അവിടെ വന്നില്ല, ഓടിയെത്തില്ല. ഒരു കണ്ടോലൻസ് പോലും പറഞ്ഞിട്ടില്ല. ജനം ഓർത്ത്, ഇതെന്ത് സ്നേഹിതനാ. യേശുവിന് പറയാനുള്ളത് ഇത് മരണമല്ല, ഇത് ദൈവത്തിൻ്റെ നാമമഹത്വത്തിനാ. ഇന്ന് രാത്രി എനിക്കതാ പറയാനുള്ളത്. നിന്നെ ദൈവം പല കഷ്ടത്തിലും പ്രതികൂലത്തിലും കടത്തിവിടുമ്പോൾ പലരും പറഞ്ഞു അതുകൊണ്ട് തീർന്നു, നിന്റെ ജീവിതം തകർന്നു, നശിച്ചു എന്ന് വിധി എഴുതുമ്പോൾ എൻ്റെ കർത്താവിന് പറയാനുള്ളത്, ഇല്ല, ഹല്ലേലൂയ, നഷ്ടപ്പെട്ടതിനെ ഞാൻ മടക്കി തരുന്ന ദൈവമെന്ന് അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം ഒന്ന് ശബ്ദമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. ലാസർ മരിച്ചു. സ്തോത്രം. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. സകല വഴികളും അടഞ്ഞു. ദുഃഖത്തിന്റെ അധ്യായമാ. മാർത്ത ഓടി വരുന്നു, പറയുന്നു, കർത്താവേ, അങ്ങിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ല. യേശുവിന് പറയാനുള്ളത്, ഞാൻ തന്നെ ജീവനും പുനരുത്ഥാനവും ആകുന്നു. വിശ്വസിക്കുന്നവൻ മരിച്ചാലും അവൻ ജീവൻ പ്രാപിക്കും. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ചലിക്കാത്തത്, ജീവനില്ലാത്തത്, നടക്കയില്ല എന്ന് വിധി എഴുതിയതിന് തമ്പുരാൻ അതിന് ജീവൻ തരാനോ
ചലിപ്പിക്കാനും ശക്തനായ ദൈവമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. Come on, somebody lift up your voice and give the glory to Jesus. ഹല്ലേലൂയ. പിശാച് നിനക്കൊരു അധ്യായം ഇട്ട് നിന്നെ ദുഃഖത്തിലും നാശത്തിലും നിന്നെ കണ്ണുനീരിലും കൈകഴുവാൻ തക്കവണ്ണം അവൻ പദ്ധതി ഇടുമ്പോ എൻ്റെ തമ്പുരാൻ ഒരു 2-ാം അധ്യായമുണ്ട്. ഹല്ലേലൂയ. അവൻ നിന്റെ തകർച്ചയെ നോക്കാൻ നോക്കുന്ന പിശാച്. പക്ഷെ ദൈവം പറയുന്നു, എൻ്റെ ജനം ലജ്ജിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല, എൻ്റെ ജനം ലജ്ജിക്കുകയില്ല. പാസ്റ്റർ പറഞ്ഞു, ഞാൻ വരുന്നത് ഏകദേശം 98% സ്തോത്രം അക്രൈസ്ത മാർഗത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന കൂട്ടത്തിലിരുന്നാണ്. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സ്തോത്രം പറഞ്ഞാൽ 3 സ്തോത്രം തിരിച്ചു തരും. സ്തോത്രം. നമുക്കൊക്കെ പാരമ്പര്യമുണ്ട്, അതുകൊണ്ട് 3 സ്തോത്രം പറഞ്ഞാൽ 1 തിരിച്ചു കിട്ടുന്നില്ല. ഹല്ലേലൂയ. കാരണം നമുക്കെല്ലാവർക്കും അറിയാം കർത്താവ് ചെയ്യുമെന്ന് ഉറപ്പാ. പക്ഷേ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ദൈവവചനത്തിൻ്റെ പ്രമാണം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാ? സാൽവേഷൻ അവന് ഉണ്ടാകുന്നത് എങ്ങനെയാ? വിശ്വാസം എങ്ങനെയാ? ഉള്ളം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റു പറയുമ്പോൾ അവന് രക്ഷ ഉണ്ടാകുന്നു. അപ്പോൾ തലകുനിക്ക് ആമേനെന്ന് തലകുനിക്കാൻ പറ്റത്തില്ല, വാ കൊണ്ട് ഏറ്റു പറയണം. there must be declaration. അത് വാ തുറന്ന് പറയുമ്പോഴാണ് രക്ഷ ഉണ്ടാകുന്നത്. നിന്റെ വിടുതൽ എപ്പോൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ വചനം കേൾക്കുമ്പോൾ ആ വചനത്തോട് നീ പ്രതികരിക്കുന്നത് എങ്ങനെ അറിയോ? സ്തോത്രം. വാ തുറന്ന് യെസ് ആമേൻ, അത് എനിക്കുള്ള ദൂതാണെന്ന് നീ പറയുമ്പോൾ അത് നിനക്ക് വിടുതലായിട്ട് വരും. ദൈവവചനം അങ്ങനെയാ പറയുന്നത്, ഞാൻ വചനം അയച്ച് സൗഖ്യമാക്കുന്ന യഹോവ. അപ്പോൾ ദൈവം വചനം അയക്കുമ്പോൾ നീ അതിനെ സ്വീകരിച്ച് അതിന് ആമേൻ പറയുമ്പോൾ ഡെലിവറൻസ് നിന്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കും. ഞാൻ ദൈവവചനത്തിൽ തന്നെ പറയട്ടെ. എലീശ ആ വിധവയുടെ വീട്ടിൽ വന്നപ്പം കടത്തിൽ മുങ്ങിക്കിടക്കുന്ന കുടുംബമാണ്. കുഞ്ഞുങ്ങൾ പിടിച്ചോണ്ട് പോകാൻ കടം കൊടുത്തവർ വന്ന് നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് എലീശ ചോദിക്കുന്നത്, നിൻ്റെ ഭവനത്തിൽ എന്നാ ഉണ്ട്? അവൾ പറഞ്ഞു, ഒരു കപ്പ് ഓയിൽ ഉണ്ട്, കൊണ്ടുവരാൻ പറഞ്ഞു. പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, പാത്രം നിരത്തിക്കൊണ്ടിരിക്കുമ്പോൾ എണ്ണയുടെ ഒഴുക്ക് ഒഴുകാൻ തുടങ്ങിക്കൊണ്ടിരുന്നു. പാത്രം തീർന്നു എന്ന് പറഞ്ഞപ്പം ഒഴുക്ക് നിന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ എപ്പം തൃപ്തരാകുന്നു പരിശുദ്ധാത്മാവിൻ്റെ ചലനം നിന്നു പോകും. ഇല്ല കർത്താവേ, ഓരോ പ്രാവശ്യം മീറ്റിങ്ങിന് കടന്നു വരുമ്പോൾ, ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ നിറഞ്ഞ പാത്രമായിട്ടല്ല, എംപ്റ്റി വെസൽസ് ആയിട്ട് ഒഴിഞ്ഞ പാത്രമായി ദൈവസന്നിധാനത്തിൽ വരണമ്പോൾ, കർത്താവേ ഇന്ന് രാത്രിക്ക് ആവശ്യമുള്ള ദൂത്, ഇന്നത്തേക്ക് ആവശ്യമുള്ള ആലോചന, ഇന്നത്തേക്ക് ആവശ്യമുള്ള വചനം നിന്റെ ദാസന്മാരുടെ വായിൽ നിന്ന് എന്നെ കേൾപ്പിക്കണമേ എന്ന ദാഹത്തോടെ വരുന്നവർക്ക് വേണ്ടി പരിശുദ്ധാത്മാവൻ ദൈവത്തിൻ്റെ ഒഴുക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. അത് നിർത്തത്തില്ല. That's the reason declaration, നമ്മൾ പറയുന്ന ഡിക്ലറേഷൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. When you say declaration, manifestation and the celebration comes. നിങ്ങൾ പറയുന്നത് ദൈവം ചെയ്യും, അത് മാനിഫെസ്റ്റേഷൻ ആകും. അത് കണ്ടിട്ടാണ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ വിടുതൽ നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങളുടെ വിടുതൽ നിങ്ങളുടെ വായിലുണ്ട്, നിങ്ങൾ പറയുന്ന സ്തോത്രത്തിലുണ്ട്. ഇന്ന് രാത്രി വിടുതൽ ആവശ്യമുണ്ടോ? ഇടത്തോട്ടോ വലത്തോട്ടോ മരിച്ച ലാസറിനെ നോക്കരുത്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോ. അത്ഭുതത്തിന്റെ ദൈവം, അതിശയം ചെയ്യുന്ന ദൈവം, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിരിക്കുന്ന ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. Blessed be the name of the Lord.
അധ്യായം കണ്ട്, ഒന്നാമത്തെ അധ്യായം കണ്ട് നിന്റെ ചരിത്രം എഴുതാൻ ശത്രു ആകാംക്ഷയോടെ നിൽക്കുമ്പോൾ തമ്പുരാൻ നിനക്കൊരു രണ്ടാം അധ്യായം നൽകി തരുന്നതിനായി സ്തോത്രം പറ. ഹല്ലേലൂയ. പലതിൻ്റെ ജീവിതത്തെ തകർത്ത് കളയാൻ ശത്രു, പലതിൻ്റെ ജീവിതം അമ്മാനമാടാൻ ശത്രു ഹല്ലേലൂയ പ്ലാനും പദ്ധതി ഇട്ടപ്പോ തമ്പുരാൻ നിനക്ക് വേണ്ടി ഇറങ്ങി ഒരു രണ്ടാം അധ്യായം തുടങ്ങിയതിനായി സ്തോത്രം ചെയ്യുന്നു. My God is a God of restoration. ദൈവം നഷ്ടപ്പെട്ട സന്തോഷത്തെ അവൻ മടക്കി തരുന്നവനാ. റൂബൻ ഗോത്രത്തിൽ ജനിച്ച പ്രവാചകനാണല്ലോ യോവേൽ പ്രവാചകൻ. അന്നത്തെ ബർത്ത് റൈറ്റ് എന്ന് പറയുന്നത് ആദ്യജാതന് ഡബിൾ പോർഷനാ കിട്ടേണ്ടത്. ഇവന് ഡബിൾ പോർഷൻ പോയിട്ട് ഇവനായിരിക്കുന്ന അവസ്ഥ സകലം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. അവകാശമുണ്ടെങ്കിലും അവസരം നഷ്ടപ്പെട്ടു. ഇവന് സകല ദൂതുണ്ടെങ്കിലും പ്രവചനമുണ്ടെങ്കിലും അവകാശിയാണെങ്കിൽ പോലും ഇവന് ലഭിക്കേണ്ടത്, ന്യായമായിട്ട് ലഭിക്കേണ്ടത് ലഭിക്കാതെ നഷ്ടപ്പെട്ട. ഇന്ന് പരിശുദ്ധാത്മാവാൻ ദൈവം എന്നോട് പറയാൻ പറയുന്നു, ഇതിൻ്റെ അകത്ത് അവകാശമുള്ളവരും ദൈവം പറഞ്ഞ ദൂതിൻ്റെ അവകാശികളാണെങ്കിൽ പോലും ചിലത് നഷ്ടപ്പെട്ടവർ ഇതിൻ്റെ അകത്തുണ്ട് എന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. ഇന്ന് രാത്രി നിനക്കുള്ള ദൂതാണ് ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നഷ്ടപ്പെട്ടതിനെ തമ്പുരാൻ റിസ്റ്റോർ ചെയ്യുന്നു. നിന്റെ അധ്യായങ്ങളെ ദൈവം തിരിച്ചെഴുതാൻ പോകുന്നു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ലാസർ മരിച്ചു, ലാസർ അടക്കപ്പെട്ടു. 4-ാമത്തെ ദിവസം യേശു കടന്നു വരുമ്പോൾ ശിഷ്യന്മാർ പലരും പറഞ്ഞു, ഇപ്പം വന്നിട്ട് എന്ത് ചെയ്യാനാ? സ്തോത്രം. എല്ലാ അധ്യായങ്ങളും അടഞ്ഞ്, എല്ലാ വാതിലും അടഞ്ഞ്, എല്ലാ നാച്ചുറലായിരിക്കുന്ന മൈൻഡ് സെറ്റ് അല്ല, ഹല്ലേലൂയ പ്ലാനും പദ്ധതിയല്ല, അസ്തമിക്കുമ്പോൾ എൻ്റെ കർത്താവ് തുടങ്ങും. കാരണം അവൻ തന്നെ ആൽഫ, അവൻ തന്നെ ഒമേഗ. അവൻ തുടങ്ങിയ അവൻ പൂർത്തീകരിക്കുക, അവൻ പറഞ്ഞ അവൻ ചെയ്തിരിക്കുക. വാക്ക് പറഞ്ഞ് മാറാൻ അവൻ മനുഷ്യനല്ല, അവൻ ദൈവമാകിയ ഇന്ന് രാത്രി ആ ദൈവം ICA സഭയ്ക്ക് വേണ്ടി ദൂത് നൽകുന്നു. പിടിച്ചെടുക്കേണ്ടവർ പിടിച്ചെടുത്തോ. ഹല്ലേലൂയ. God will restore it back. അവൻ രേഖകളെ തിരുത്തുന്ന ദൈവമാ, രേഖകളെ തിരുത്തുന്ന ദൈവമാ. നിനക്ക് നേരെ എഴുതിയ പല രേഖകളെ ഇന്ന് രാത്രി തമ്പുരാൻ തിരുത്തുന്ന രാത്രിയാ. നിന്റെ കുടുംബത്തിന് നേരെ എഴുതിയ ചില രേഖകൾ, ശത്രു എഴുതിയ രേഖകളെ ഇന്ന് രാത്രി തമ്പുരാൻ അത് മാറ്റി എഴുതാൻ പോകുന്നു. വിശ്വസിക്കുന്ന ആമേൻ പറഞ്ഞു. നിനക്ക് വിരോധമായോ, നിന്റെ സഭയ്ക്ക് വിരോധമായോ, ദൈവം തന്ന ആലോചനയ്ക്ക് വിരുദ്ധമായി എഴുതിയ രേഖകളെ ദൈവം മാച്ചു കളയാൻ പോകുന്നു. എൻ്റെ ജനം ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല. എസ്തേറിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം മുതൽ 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വരെ വായിക്കുമ്പോൾ 1-ാമത്തെ രേഖ വരുന്നു. ഈ രേഖ അവിടെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്, സൂഷൻ പട്ടണം ആദ്യത്തെ വാർത്ത കേട്ടപ്പം കലങ്ങിപ്പോയി. യഹൂദന്മാർക്ക് വിരോധമായി എഴുന്നേറ്റ് വന്ന ദൂത്, ആലോചന. സൂഷൻ പട്ടണം കലങ്ങിപ്പോയി. മൊർദെഖായി രട്ടുടുത്തു, വെണ്ണീർ വാരി തലയിലിട്ടു. അവൻ ശോകത്തിൽ, ദുഃഖത്തിൽ, കണ്ണുനീരിൽ ഉപവസിക്കും, പ്രാർത്ഥിക്കും ചെയ്യാൻ തുടങ്ങി. സ്തോത്രം. എനിക്ക് ഐ ലവ് ദറ്റ് സ്റ്റേറ്റ്മെന്റ്. The table were turned. അവസ്ഥകളെ ദൈവം മാറ്റുന്ന ദൈവമാ.
Hallelujah. Hallelujah. Just when things were hopeless, God changed everything in the Jewish favor. യഹൂദന്മാർക്ക് വിരോധമായി എഴുതിയ രേഖകളെ ദൈവം ഇടപെടുമ്പോൾ ആ രേഖകളെ ദൈവം ചേഞ്ച് ചെയ്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് എത്ര പേർ വിശ്വസിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ നിനക്ക് വേണ്ടി ദൈവം അത് തന്നെ ചെയ്യാൻ പോകുന്നു. 8-ാം അധ്യായത്തിൽ വരുമ്പോൾ 2-ാം രേഖ വരുന്നു. 1-ാമത്തെ രേഖയിൽ സൂഷൻ പട്ടണം കളങ്ങിപ്പോയി. പക്ഷെ 2-ാമത്തെ രേഖ വരുമ്പോൾ 8-ാം അധ്യായത്തിൽ വരുമ്പോൾ സൂഷൻ പട്ടണം ദൈവത്തിൽ ആനന്ദിച്ചു, സന്തോഷിച്ചു. ഇന്ന് രാത്രി ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നഷ്ടപ്പെട്ട സന്തോഷത്തെ ദൈവം മടക്കി തരും. God will restore your joy. ദൈവം നഷ്ടപ്പെട്ട സന്തോഷത്തെ മടക്കി തരുമെന്ന് വിശ്വസിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എല്ലാവരും അല്ല, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർ മാത്രം ആമേൻ പറഞ്ഞാട്ടെ. എൻ്റെ കുടുംബത്തിൻ്റെ അകത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു. പണ്ടൊരു നല്ല ജോയ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. സഭയുടെ അകത്തൊരു നല്ല അന്തരീക്ഷം ആയിരുന്നു. ഹല്ലേലൂയ. ജോലി മണ്ഡലത്തിൽ എവിടെ പോയാലോ സന്തോഷം കാണുമായിരുന്നു. പക്ഷെ ഇന്ന് എവിടൊക്കെ നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നവർക്ക് ഉള്ള ദൂതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. God will restore your joy. സൂഷൻ പട്ടണത്തിൽ നഷ്ടപ്പെട്ട സന്തോഷം മടങ്ങി വന്നു. 2-ാം രേഖ, അവന് വസ്ത്രം മാറി. രക്തത്തിന് പകരം അവന് രാജകീയമായ വസ്ത്രം ഉടുപ്പിച്ചു. വെണ്ണീറിന് പകരമായി അവൻ്റെ തലയിൽ കിരീടം വെച്ചു. ഹല്ലേലൂയ. ദുഃഖത്തിലും കണ്ണുനീരിലും കിടന്ന മോർദെഖായി ആമാനൊരുക്കിയ കഴുകുമരം ആമാന് വേണ്ടി തന്നെ തമ്പുരാൻ തിരിച്ച് രേഖ എഴുതിയതുപോലെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറഞ്ഞത് കൊണ്ട് ഞാൻ പറയുക. ചിലതിന് വേണ്ടി ചില ടേബിൾ ടേൺ ആകുന്നു. The table will turn favor to your family. നിന്റെ കുടുംബത്തിന് അനുകൂലമാകുന്ന രീതിയിൽ, നിനക്ക് അനുകൂലമാകുന്ന രീതിയിൽ, നിനക്ക് ജോലിയുടെ അകത്ത് ജോലി മണ്ഡലത്തിൽ നിനക്ക് നേരെ ചിലർ കനി ഒരുക്കിയതാ, ചിലർ നിനക്ക് വിരോധമായ പദ്ധതികളും പ്ലാനുകളും ഉണ്ടാക്കി വെച്ചതാ. പക്ഷെ തമ്പുരാൻ അതിനെ മാറ്റെടുത്തിട്ട് നിനക്ക് അനുകൂലമാകുന്ന ഒരു രേഖ ദൈവം റിലീസ് ചെയ്യാൻ പോകുന്നു. I am prophesying. ഇന്ന് രാത്രി ഞാൻ പ്രവചിക്കുന്നു. 2-ാം രേഖ വന്നപ്പം അവസ്ഥകൾ മാറി. ആമേൻ. നിങ്ങൾ വീട്ടിൽ പോയി എസ്തേറിന്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 17 വരെ ഉള്ള വാക്യങ്ങൾ വായിച്ച അവിടെ മനസ്സിലാകും. ദൈവാത്മാവ് എന്നോട് പറഞ്ഞത്, ഒന്ന്, ഞാൻ നഷ്ടപ്പെട്ട സന്തോഷത്തെ മടക്കി തരും. സന്തോഷം എന്ന് പറയുന്നത് സൂപ്പർ മാർക്കറ്റിൽ പണം കൊടുത്ത് മേടിക്കാൻ കിട്ടുന്നതല്ല. സന്തോഷം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഫലമാണ്. മനസ്സിലായില്ല? ഇന്ന് ദൈവമക്കൾക്ക് സന്തോഷമില്ലാതായിപ്പോയി. സന്തോഷിക്കാൻ പറ്റുന്നില്ല. പണമുണ്ട്, സ്ഥാനമുണ്ട്, പേരുണ്ട്, പെരുമയുണ്ട്, പക്ഷെ സന്തോഷിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ദൈവവചനം പറയുന്നു, പിശാചിന് നിന്റെ സന്തോഷത്തെ അവൻ അതിനെ അപഹരിക്കാനുള്ള പദ്ധതിയാ. നീ സന്തോഷിക്കുന്ന ഇടത്ത് അവൻ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ 30-ാം സങ്കീർത്തനത്തിൽ വരുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവേ ഞാൻ നിന്നെ പുകഴ്ത്തുന്നു. എന്തിനാ ദൈവത്തെ സ്തുതിക്കുന്നത്? Why we are praising and worshiping the Lord? എന്തിനാ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്? എന്തിനാ ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിക്കുന്നത്? Worship is nothing but the celebration. Where is the celebration nowadays? Are we celebrating the victory of Jesus Christ?
നമ്മൾ യേശുവിൻ്റെ ജയത്തെ സന്തോഷിക്കുന്നുണ്ടോ? നിങ്ങൾ സ്വത്രം പറയാത്തപ്പോൾ എനിക്ക് പിടികിട്ടി, അത് പണ്ടേ നഷ്ടമായല്ലോ പാസ്റ്ററെ എന്ന്. Are we celebrating? ഞാൻ രക്ഷിക്കപ്പെട്ട് വരുന്നതിന് മുൻപേ ഐ വാസ് എ ക്രിക്കറ്റ് പ്ലെയർ. ഞാൻ ക്രിക്കറ്റ് താരമായിരുന്നു. കർണാടക സ്റ്റേറ്റിൻ്റെ ഫസ്റ്റ് ഡിവിഷൻ പ്ലെയർ ആയിരുന്നു, ഫാസ്റ്റ് ബോളറായിരുന്നു. എൻ്റെ കൂടെ കളിച്ചവരാണ് അനിൽ കുംബ്ലെ, രാഹുൽ ദ്രാവിഡ്, ഡേവിഡ് ജോൺസൺ, സുജിത് സുന്ദർ, ഡി ഗണേഷ്, സുനിൽ ജോഷി. ഇവരെല്ലാം ഞങ്ങളുടെ കൂടെ ഞാൻ ഒരുമിച്ച് കളിച്ചവരാണ്. അവിടെ നിന്നാണ് രക്ഷിക്കപ്പെട്ട് വരുന്നത്. കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷനിലെ KCL എൻ്റെ നല്ല പ്രായങ്ങൾ അവിടെ വെച്ചാണ്. അവിടെ ഞാൻ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്ത സ്ഥലമാണ്. ഞങ്ങൾ കളിക്കുമ്പോൾ സ്റ്റേഡിയമിൽ ആൾക്കാർ നിറഞ്ഞിരിക്കും. സ്തോത്രം. ഞാൻ വിക്കറ്റ് എടുത്ത, ഞാൻ ഫാസ്റ്റ് ബോളറായിരുന്നു. വിക്കറ്റ് എടുക്കുമ്പോൾ ചിലർ കിടന്നു തുള്ളുന്നു, ചാടുന്നു, ബഹളം ഉണ്ടാക്കുന്നു, ഡാൻസ് കളിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, എടോ ഞാൻ ആ വിക്കറ്റ് എടുത്ത തനിക്കെന്തിൻ്റെ സന്തോഷമാണ്? അല്ലയോ, തനിക്കെന്തിൻ്റെ സന്തോഷമാണ്? അവൻ പറഞ്ഞു എൻ്റെ ടീമാ, എൻ്റെ ഫേവറേറ്റ് ടീമാ ജയിച്ചു, അതുകൊണ്ട് സന്തോഷം. അമ്മേ, ഞാൻ ഒന്ന് പുറകെ തിരിഞ്ഞു നോക്കി. 2000 വർഷങ്ങൾക്ക് മുൻപേ യേശു കർത്താവ് കാൽവരി ക്രൂശിൽ പിശാചിൻ്റെ തലയെ ഓം റൺ അടിച്ച്, സിക്സർ അടിച്ച് ജയം കൊണ്ടുവന്ന് തന്നത് ഇവിടെ വന്ന് മൗനമായി സൂത്രത്തിൽ സ്വത്രം പറഞ്ഞിട്ട് പോകാനല്ല, അത് സെലിബ്രേറ്റ് ചെയ്യാൻ. കഴിഞ്ഞ 2000 വർഷങ്ങൾ കൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ദാറ്റ്സ് എ സെലിബ്രേഷൻ. If you're not able to celebrate the victory of Jesus Christ, you're wasting your time, brother. ഞാൻ ആഫ്രിക്കയിലൊക്കെ ശുശ്രൂഷയ്ക്ക് കടന്നു പോകുമ്പോൾ ഞങ്ങൾ കാണുന്ന കാഴ്ചയാണ്, അവർ ഓഫറിങ് ഇടുമ്പോൾ അവർ ഡാൻസ് കളിച്ചാണ് വരുന്നത്. സ്വത്രം. അവർ ഡാൻസ് കളിച്ചോണ്ടാണ് വരുന്നത്. നമ്മൾ സന്തോഷിക്കാൻ വക ഉണ്ട്. ചുമ്മാ ആരും ദൈവത്തെ സെലിബ്രേറ്റ് ചെയ്യണ്ട, നമുക്ക് സന്തോഷിക്കാൻ വകവുണ്ട്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവേ ഞാൻ നിന്നെ പുകഴ്ത്തുന്നു. എന്തിനാ? നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. ഞാൻ തകർന്നു പോകാതെ, നശിച്ചു പോകാതെ, പിശാച് എന്നെ തകർത്ത് കളയാതെ, അല്ലല്ലോ നീ എന്നെ ഉദ്ധരിച്ചത് കൊണ്ട്. എനിക്ക് ആ വാക്യം ഭയങ്കര ഇഷ്ടമാണ്. Can you read? Somebody can read Psalms 30 verse 1. യഹോവേ ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. എന്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയതുമില്ല. എന്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് സന്തോഷിക്കാൻ നീ ഇടയരുത്തില്ല. അതുകൊണ്ട് ഞാൻ സെലിബ്രേറ്റ് ചെയ്യുക. See, we say more than conquerors. We are the more than conquerors. എന്നാ ഈ മോർ ദൻ കോൺക്രേഴ്സ് എന്ന് പറഞ്ഞ എന്നെ പൂർണ്ണ ജയശാലി എന്നാ പറയുന്നത്. പൂർണ്ണ ജയശാലി എന്ന് പറഞ്ഞ എന്നെ Can you anybody? നമ്മൾ വാട്ട് പറഞ്ഞു വിടുക. പൂർണ്ണ ജയശാലി എന്ന് പറഞ്ഞ, see, for example, Mike Tyson is the heavyweight boxing champion. നിങ്ങൾക്കറിയാം പണ്ടത്തെ മൈക്ക് ടൈസൺ. ഇപ്പം ആരോന്ന് എനിക്കറിയത്തില്ല. ഞാൻ നോക്കിയ കാലത്ത് മൈക്ക് ടൈസൺ ആയിരുന്നു. സ്വത്രം. മൈക്ക് ടൈസൺ ഹെവിവെയ്റ്റ് ചാമ്പ്യൻ. അവൻ ബോക്സിങ് കളിച്ചു. അവൻ ലോയർ പഞ്ചും അപ്പർ പഞ്ചും അടിച്ച് അവൻ വിന്നറായി. ഹെവിവെയ്റ്റ് ബെൽറ്റ്, അവൻ്റെ ചാമ്പ്യൻ ബെൽറ്റ് കൊടുത്തു. അതിൻ്റെ വലിയ ചെക്കോ വലിയ തുക കൊടുക്കുക. ഇവൻ ജയിച്ചു. വീട്ടിൽ പോയി ഭാര്യയുടെ കയ്യിൽ ഈ ബെൽറ്റ് ഊരി ആ ഹെവിവെയ്റ്റ് ചാമ്പ്യൻ്റെ ബെൽറ്റും ആ ചെക്കും കയ്യിൽ കൊടുക്കുമ്പോൾ, she is the more than conqueror. He is conquered, she is more than conquered. യേശു നമുക്ക് വേണ്ടി ജയിച്ചു. സ്വത്രം. We are more than conqueror. Hello, are you with me? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? Come on. മനസ്സിലാകുന്നുണ്ടോ? സ്വത്രം. We are more than conquerors. എന്നെ കുറിച്ച് ശത്രുക്കൾ സന്തോഷിക്കാൻ നീ ഇടവരുത്തില്ല. അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ സന്തോഷിച്ചില്ലെങ്കിൽ പിശാച് മുതലെടുക്കും. പിശാച് സന്തോഷിക്കും. അതെന്റെ ദൈവത്തിന് ഇഷ്ടമില്ല. നീ സന്തോഷിക്കാനാണ് നിന്നെ വിടുവിച്ച് കൊണ്ടുവന്നത്.
ഹല്ലേലൂയ. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിത്തൂണായിട്ട് അപകടം നിറഞ്ഞ ലോകത്ത് ഏതൊരു അനർത്ഥവും സംഭവിക്കാതെ നിന്നെ പരിപാലിച്ച്, കണ്ണിന്റെ കൃഷ്ണമണി പോലെ നിന്നെ പരിപാലിച്ച് ദൈവം നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോ എൻ മനമേ നീ മൗനമായിരിക്കുന്നത് എന്തിന്? ആലയത്തിന്റെ അകത്ത് വരുമ്പോ എങ്ങനെയാ വരണ്ടേ? Enter with thanksgiving. നീ ആലയത്തിൽ വരുമ്പോൾ സ്തോത്രത്തോടെ കയറി വരണം, താങ്ക്സ് ഗിവിങ്ങോടെ വരണം. ആമേൻ. പ്രൈസ്, വർഷിപ്പ്, താങ്ക്സ് ഗിവിങ്, പ്രൈസ് ആൻഡ് ദ വർഷിപ്പ്. നീ വരുമ്പോൾ താങ്ക്സ് ഗിവിങ്ങോടെ വരണം. സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് പ്രൈസിങ്. വാട്ട് ഈസ് ദ പ്രൈസിങ്? യഹോവ നല്ലവനല്ലോ, നിന്റെ ദയ എന്നേക്കുമുള്ളത്. അങ്ങേപ്പോലൊരു ദൈവമില്ല, അങ്ങ് ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം. ഹല്ലേലൂയ. നീ ദൈവത്തെ പുകഴ്ത്തുമ്പോൾ നീ അറിയാതെ നിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് യഥാർത്ഥമായ ആരാധന. അത് ഇന്ന് പലരും മറന്നുപോയി. We are not spectators. We are not like spectators coming to the church and sitting and listening and go back. No. വന്ന ഇരുന്നു കേട്ടു സ്തോത്രം. അതല്ല. നിങ്ങൾ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ തലമുറ ആരാധിക്കും. നിങ്ങൾ ശബ്ദമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ തലമുറ അത് കണ്ട് ദൈവത്തെ സ്തുതിക്കും. ആമേൻ, ആമേൻ. നിങ്ങൾ ആരാധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഡോണ്ട് എക്സ്പെക്ട് ഫ്രം യുവർ നെക്സ്റ്റ് ജനറേഷൻ ടു വർഷിപ്പ് ഓർ പ്രൈസ്. Our God is a God of restoration. God will restore your joy. ദൈവം നിനക്ക് നഷ്ടപ്പെട്ട സന്തോഷത്തെ അവൻ മടക്കി തരും. ഇന്ന് പറ, യേശുവിൻ്റെ നാമത്തില് എന്ത് വന്നാലും ആത്മാവിൽ ഞാൻ സന്തോഷിക്കാൻ പോകുന്നു. ചിലർ സന്തോഷം എന്ന് പേരൊക്കെ ഇടും, ജീവിതത്തിൽ ഒരു സന്തോഷം കാണത്തില്ല. മീനാക്ഷി എന്നൊക്കെ പേരിടും. മീനിനെ പോലെ കണ്ണുള്ളവളാണ് മീനാക്ഷി. പക്ഷെ ഇവിടെ കണ്ണ് കോങ്കണ്ടായിരിക്കും. സന്തോഷം, പേര് സന്തോഷ, ഒരിക്കലും ചിരിക്കുകയില്ല. ഒരിക്കൽ ഇവാഞ്ചലിസ്റ്റ് റെയ്നാർഡ് ബോങ്കെ താൻ ജർമ്മനിൽ ശുശ്രൂഷിക്കുമ്പോൾ പൊതുവെ ജർമ്മൻകാരെ പറയുന്നത് സ്റ്റിഫ് നെക്ക് ആൾക്കാരെന്നാ, തലക്കനമുള്ള ആൾക്കാരെന്നാ. ഇവാഞ്ചലിസ്റ്റ് റെയ്നാർഡ് ബോങ്കെ ഈസ് എ ഫയറി പ്രീച്ചർ. അന്തരീക്ഷം കിട്ടിയ നല്ല പ്രസംഗിക്കുന്ന ഒരു ദൈവദാസന, ആത്മാവിൽ ഒഴുകുന്ന ഒരു ദൈവദാസന. ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. ആ ദൈവദാസൻ എഴുന്നേറ്റ് ഒരു പാസ്റ്റേഴ്സ് കോൺഫറൻസിൽ നിൽക്കുമ്പോൾ ഇവരെല്ലാവരും തുറിച്ചു നോക്കുന്ന പോലെ എന്ത് പറഞ്ഞിട്ട് അനങ്ങുന്നില്ല. എല്ലാം ഇങ്ങനെ കയ്യും കെട്ടി കേട്ടിരിക്കുക. അന്നേരം പുള്ളി പറഞ്ഞ ഒരു വാക്കാണ്, ഡിഗ്നിറ്റി ഈസ് നോട്ട് ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്, ദ ജോയ് ഈസ് ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് എന്ന്. വലിയ തലക്കനത്തിലിരിക്കുന്നതല്ല ആത്മാവിൻ്റെ ഫലം. ആത്മാവിൻ്റെ ഫലം എന്ന് പറയുന്ന സന്തോഷമാണ്. ആമേൻ. പല കുടുംബങ്ങൾ തകർന്നു പോകാൻ കാരണം എന്നാ? സന്തോഷം പ്രകടിപ്പിക്കാത്തത് കൊണ്ടാണ്. എൻ്റെ ഉള്ളിൽ സന്തോഷമുണ്ട്, പക്ഷെ ഞാൻ പ്രകടിപ്പിക്കത്തില്ല. അത് ദൈവത്തിന് അറിയാം. സർ, എക്സ്പ്രസ്. ഇഫ് യു ഹാവ് ദ ജോയ്, യു മസ്റ്റ് എക്സ്പ്രസ് ദ ജോയ്. ഭാര്യയെ സ്നേഹിക്കുന്നു, എപ്പോൾ നോക്കിയാലും എന്ത് ചോദിച്ചാൽ ആൻസർ ടു ദ പോയിന്റ്, യെസ്, ഓ, ഇങ്ങനെ പറഞ്ഞ് വിടുകയാണെങ്കിൽ പുള്ളിക്കാർത്തി ഓർക്കും ഇത് മനുഷ്യനാണോ ബുൾഡാഗാണോ എന്ന്. അല്ലയോ? ഓർക്കത്തില്ലയോ? പക്ഷെ പുള്ളിയോട് ചോദിച്ച്, ഞാൻ ലോകത്ത് ദൈവത്തെ കാട്ടി, ദൈവം കഴിഞ്ഞപ്പോൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന എൻ്റെ ഭാര്യ, എന്നിട്ട് എന്തേ പ്രകടിപ്പിക്കത്തില്ല? ഇഫ് യു ഹാവ് ജോയ്, യു മസ്റ്റ് എക്സ്പ്രസ്. നമ്മുടെ സന്തോഷം പ്രകടിപ്പിച്ചില്ലെങ്കിൽ ആ സന്തോഷം കൊണ്ട് എന്ത് പ്രയോജനമാണ്?
ദൈവസന്നിധാനത്തിൽ കടന്നു വരുമ്പോൾ മതിമറന്ന് ദൈവത്തെ ആരാധിക്കണം. പെട്ടകം പിടിക്കപ്പെട്ട പെട്ടകം തിരിച്ച് മടക്കി കൊണ്ടുവരുമ്പോ പെട്ടകം ദാവീദ് നഗരത്തിൽ വരുന്നു എന്ന് അറിഞ്ഞപ്പം തന്നെ അവൻ ഓടിയെത്തി. അവൻ പെട്ടകത്തിൻ്റെ മുൻപിൽ നൃത്തം ചവിട്ടി ദൈവത്തെ ആരാധിച്ചു. ഇത് കണ്ടോണ്ടിരുന്ന മീക്ക, സൗലിൻ്റെ മകൾ മീക്ക, അവൾക്ക് പുച്ഛം തോന്നി. ദാസന്മാരും ദാസിമാരുടെ മുൻപിൽ പോയി കിടന്ന് തുള്ളിച്ചാടിച്ചു വരുന്ന ഈ മനുഷ്യന് നാണമില്ലയോ? സ്വത്രം. അവളെ കണ്ണ് ചുവന്നു. സ്വത്രം. കവളൊക്കെ വീർത്തു. ദേഷ്യം മൂത്തു. ഈ മനുഷ്യൻ വരട്ടെ ഇന്ന് ശരിയാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. സ്വത്രം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ദാവീദ് കൊട്ടാരത്തിൽ കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച ഭയങ്കര നിശബ്ദതയും ദേഷ്യം മൂത്ത് നിൽക്കുന്ന അവസ്ഥ. ഏത് സമയത്തും പൊട്ടിത്തെറിക്കുമെന്ന് മുൻസൂചനയോടെ തന്നെ ദാവീദകത്ത് കയറി വരുന്നു. കണ്ട ദാവീദ്, ഇന്നത്തെ ദാവീദുമാരാണെങ്കിൽ പറഞ്ഞാനെ, മൈ ഡിയർ ഡാർലിംഗ് മീക്ക, എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് ബെഡ്റൂമിൽ പോയി സംസാരിക്കാം, പരസ്യമായിട്ട് ഒന്നും അപമാനിക്കരുതേ പ്ലീസ് എന്ന് പറഞ്ഞേനെ. മീക്ക അവൾ ശബ്ദം ഉയർത്തി പറഞ്ഞു, നാണയില്ലയോ മനുഷ്യ? ദാസന്മാരും ദാസിമാരുടെ മുൻപേ പോയി നൃത്തം ചവിട്ടിച്ചു വരാൻ നാണമില്ലയോ? അവളെ കണ്ടിട്ട് ദാവീദ് പറഞ്ഞു, മീക്കായിലേ, കാട്ടിൽ കിടന്ന എന്നെ ഒരു കണ്ണിനും ദയ തോന്നാതിരുന്നപ്പം എൻ്റെ സ്വന്തം കുടുംബത്തിൽ എനിക്കൊരു അവകാശം ഇല്ലാതെ കാട്ടിൽ ആടിനെ തീറ്റിച്ച് നടന്ന കാലത്ത് സ്വന്തം കുടുംബത്തിൻ്റെ അകത്തൊരു ഫങ്ഷൻ നടക്കുമ്പോൾ പോലും എന്നെ മറന്ന് തള്ളിക്കളഞ്ഞ അപ്പനും അമ്മയും സഹോദരന്മാരുള്ളപ്പോൾ കാട്ടിൽ കിടന്ന് എന്നെ ഇന്ന് നാട്ടിൽ കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ കൊണ്ടുവന്നു നിൻ്റെ അപ്പൻ സൗലിനെ തള്ളി ചവിട്ടി പുറത്താക്കി വെച്ച് എന്നെ ആ കസേരയിൽ ഇരുത്തിയത് നീയല്ല, നിൻ്റെ അപ്പനല്ല, എൻ്റെ ദൈവമാണ്. ഹല്ലേലൂയ. ആ തൻ്റെ ഇടം ഉണ്ടായിരിക്കണം. ഇന്ന് നമ്മൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ കൃപയാണ്. The table will turn for everything favor to you when you start praising God. Always give the glory, honor to the Lord. ദൈവത്തിന് മഹത്വം കൊടുക്കുക. നഷ്ടപ്പെട്ട സന്തോഷം മടങ്ങി വരട്ടെ. ആലയത്തിൽ വരുമ്പോൾ, ദൈവസന്നിധാനത്തിൽ വരുമ്പോൾ സന്തോഷം പ്രകടിപ്പിക്കണം. അതുകൊണ്ടാണ് പിശാച് നീ സന്തോഷിക്കരുത്, നിനക്ക് തലക്കനത്തിലിരിക്കണം എന്ന് പിശാചിന്റെ പദ്ധതിയാ. പലതിൻ്റെയും സന്തോഷത്തെ പിശാച് കവർന്നെടുത്തു. കള്ളൻ വരുന്നത് അറുപ്പാനും മുടിപ്പാനും നശിപ്പിപ്പാനും അത്രേ. കർത്താവ് വന്നത് നിനക്ക് ജീവനും സമൃദ്ധിയുമുണ്ടാക്കാനാണ്. സമൃദ്ധി ഉണ്ടോ? അതിൻ്റെ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ദൈവം നിനക്ക് സമൃദ്ധിയാ തന്നിരിക്കുന്നത്. അവിടെ there is no lacking. അവിടെ സന്തോഷത്തിന് കുറവില്ല. അതുകൊണ്ട് നെഹമ്യാവിന്റെ പുസ്തകം 8:10 പറയുന്നത് the joy of the Lord is your strength. The joy of the Lord is your strength. എൻ്റെ സന്തോഷം എന്ന് പറയുന്നത്, എൻ്റെ ബലം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സന്തോഷമാണ്. ഇന്ന് പകൽക്കാലം നിനക്ക് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. God will restore it back. സങ്കീർത്തനം 16:11 പറയുന്നു, അവൻ്റെ സന്നിധാനത്ത് പരിപൂർണ സന്തോഷമുണ്ട്. ഇവിടെ സന്തോഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ലോകത്തിൽ എവിടെ കൊണ്ടുപോയിട്ടാലും സന്തോഷിക്കത്തില്ല.
ജീവനുള്ളപ്പം, ആരോഗ്യമുള്ളപ്പം, ആയുസ് ഉള്ളപ്പം, ബലമുള്ളപ്പം സന്തോഷം പ്രകടിപ്പിച്ചില്ലെങ്കിൽ മരിക്കാൻ കിടക്കുമ്പോൾ, അന്ത്യശ്വാസം വലിക്കുന്ന സമയത്താണ് നീ സന്തോഷം പ്രകടിപ്പിക്കാൻ പോകുന്നത്? Are you with me? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? സന്തോഷമുള്ളൊരു സ്തോത്രം പറഞ്ഞേ. First of all, God will restore that joy. Second thing God told me, I will restore your health. നിന്റെ ആരോഗ്യത്തെ ഞാൻ മടക്കി തരും. ആരോഗ്യത്തെ മടക്കി തരും. ആരോഗ്യത്തെ മടക്കി തരും. അവൻ്റെ അടിപ്പിണറാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. വരുമെന്നല്ല, വന്നിരിക്കുന്നു. ഇന്ന് നീ വിശ്വസിച്ച അത് നിന്റെ മൺകൂടാരത്തിൽ ഉച്ചി മുതൽ ഉള്ളം കാല് വരെ സൗഖ്യത്തിൻ്റെ ശക്തി വ്യാപരിക്കാൻ പോകുന്നു. എന്നെ ദൈവാത്മാവ് പറയുന്നത് കൊണ്ട് പറയാം. സം അലർജിക്കൽ പ്രോബ്ലംസ്, സ്കിൻ അലർജി ഇന്ന് രാത്രി സൗഖ്യമാകുന്ന രാത്രിയാ. നിനക്കത് തൊട്ടുകൂടാ, ഇത് തൊട്ടുകൂടാ, അത് തിന്നൂടാ, അത് കഴിച്ചുകൂടാ. അത് കഴിച്ചാൽ നിനക്ക് സ്കിന്നിനോട് പോരുണ്ട്, അലർജി ഉണ്ട്, മറ്റത്. ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ ഐ വിൽ ക്യാൻസൽ ദാറ്റ് അലർജിക്കൽ പ്രോബ്ലം. ഞാൻ നിന്നെ സൗഖ്യമാക്കും. ഞാൻ നിന്നെ സൗഖ്യമാക്കും. എത്ര പേർക്ക് ആ സൗഖ്യം വേണം? ഈ ലോകത്ത് ടെക്നോളജി വർദ്ധിക്കും തോറും രോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇൻസ്ട്രുമെൻറ്റ്സ്, ടെക്നിക്കലി ഇൻസ്ട്രുമെൻറ്റ്സ്, എത്ര മെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്തൊക്കെ ടൈപ്പാണ്. ഇപ്പം സർജറിക്കല്ല, ഡോക്ടേഴ്സിൻ്റെ പോലും ആവശ്യമില്ല എന്നാണ് പറയുന്നത്. റോബോ ക്യാൻ ഡു ഇറ്റ്. ശരീരത്തിൻ്റെ ഉച്ചി മുതൽ ഉള്ളംകാൽ വരെ ഒരു സ്കാൻ എടുത്താൽ മതി. എവിടെയൊക്കെ എന്നൊക്കെ ദോഷമുണ്ടോ എല്ലാം റെക്ടിഫൈ ചെയ്ത് വിടും. സ്തോത്രം. ടെക്നോളജി വർദ്ധിക്കുന്നു. മനുഷ്യൻ ഇപ്പോൾ ദൈവത്തിൻ്റെ ആശ്രയം വേണ്ട. എന്തിനും. പണ്ടൊക്കെ ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്തപ്പോഴാണ് കർത്താവേ എന്ന് വിളിക്കും. അന്ന് രോഗസൗഖ്യം വിളിച്ചുടനെ നടക്കുമായിരുന്നു. മനുഷ്യൻ ദൈവത്തെ മറക്കുന്നു. ഇന്ന് രാത്രി മടങ്ങി വരട്ടെ. അവൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. വൈദ്യന്മാർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തത്, സ്കാനിങ് റിപ്പോർട്ടിന് കണ്ടുപിടിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ എക്സ്റേ കണ്ണിൽ കാണാത്തത് ദൈവത്തിൻ്റെ കണ്ണിൽ കാണുന്നു. അവൻ സൃഷ്ടിതാവാണ്. അവന് അസാധ്യമായത് ഒന്നുമില്ല. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ രോഗം എന്ത് ആയിക്കൊള്ളട്ടെ, എത്ര പഴക്കമുള്ളതായിക്കോട്ടെ, യേശു സൗഖ്യമാക്കുന്ന കർത്താവ്. എൻ്റെ ജനം ലജ്ജിച്ചു പോകുകയില്ല. Amen. God will do great things in your midst. അവൻ അതിശയം പ്രവർത്തിക്കുന്ന ദൈവം, അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാ. ഇന്ന് രാത്രി എൻ്റെ സമയം തീർന്നത് കൊണ്ട് അടുത്ത 5 മിനിറ്റിൽ ഞാൻ മൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് ഇന്ന് നിനക്കൊരു പുതുമ ജീവിതത്തിന് മടങ്ങിപ്പോകുമ്പോൾ ദൈവത്തോട് പറ, കർത്താവേ, ഞാൻ അടുത്ത് കേൾക്കുന്ന വാർത്ത വിടുതലിൻ്റെ വാർത്തയായിരിക്കട്ടെ, സൗഖ്യത്തിൻ്റെ വാർത്തയായിരിക്കട്ടെ. നെഗറ്റീവ് റിപ്പോർട്ട്സിനെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. നെഗറ്റീവായിട്ട് നിനക്ക് വിരോധമായിട്ട് എഴുതിയ രേഖകളെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. നിൻ്റെ അധ്യായം 1-ാം അധ്യായത്തെ ക്ലോസ് ചെയ്ത് 2-ാം അധ്യായത്ത് നഷ്ടപ്പെട്ടതിനെല്ലാം മടക്കി തരുന്നത് പോലെ ഇന്ന് രാത്രി ചില അത്ഭുതങ്ങൾ നിനക്ക് വേണ്ടി റിലീസ് ചെയ്യാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ എഴുന്നേറ്റ് നിന്നാട്ടെ. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. ആത്മാവിൻ്റെ രക്ഷ, ആത്മാവിൻ്റെ വിടുതല്, പണ്ടത്തെ പോലെ ആരാധിക്കാൻ, ആദ്യ സ്നേഹത്തിൽ മടങ്ങി വരാൻ ദൈവം വിളിച്ചപ്പോ, ദൈവം നിന്നെ തെരഞ്ഞെടുത്തപ്പോ നിന്റെ അകത്തുണ്ടായ ആനന്ദം, സന്തോഷം
അത് കുറെ കാലം കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ടു. പക്ഷെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു അത് മടങ്ങി വരാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തില് എല്ലാ പോരുകളും അഴിയട്ടെ, എല്ലാ നാവിന്റെ കെട്ടുകൾ പൊട്ടട്ടെ. ആരാധിക്കാൻ ജനത്തെ വിടാതെ തടഞ്ഞു വെക്കുന്ന ഫറവോന്റെ ശക്തികൾ ഇന്ന് പകൽക്കാലം അതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികളെ ശാസിക്കുന്നു. വിടുതലുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ, വിടുതൽ നടക്കട്ടെ. I will do the great things. ഞാൻ നിന്റെ മധ്യത്തില് അതിശയം പ്രവർത്തിക്കാൻ പോകുന്ന, ഇതുവരെ കണ്ടതല്ല, ഇതുവരെ അനുഭവിച്ചതല്ല, ഇതുവരെ കേട്ടതല്ല, ഇപ്പോൾ യേശുവിന്റെ നാമത്തില് അത്ഭുതം നടക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. എനിക്കൊരു വിടുതൽ വേണം, എനിക്കൊരു വിടുതൽ വേണം, എനിക്കൊരു സൗഖ്യം വേണം. എൻ്റെ ജീവിതത്തിൽ കർത്താവേ എനിക്ക് ഇങ്ങനെ പോകാൻ പറ്റുകയില്ല, എനിക്കൊരു റെസ്റ്റോറേഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ട് യേശുവേ, യേശുവേ. മനുഷ്യൻ പുറമെ കാണുമ്പോ ഉള്ളം കാണുന്ന ദൈവമേ, ഇന്ന് രാത്രി നിന്റെ ജനത്തെ ഒന്ന് തൊടുമപ്പ, 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 തൊടുമപ്പ. ആവശ്യങ്ങൾ അറിഞ്ഞ് തൊടുമപ്പ. എന്റെ ജനം ലജ്ജിക്കാൻ ഞാൻ വിടുകയില്ല എന്ന് പറഞ്ഞ കർത്താവേ, ഇന്ന് രാത്രി അത്ഭുതം ചെയ്യുമപ്പ. ഇവർക്ക് വേണ്ടി ഒരു അതിശയം ചെയ്യുമപ്പ. ഇവരുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുമപ്പ. ഇവരെ ലജ്ജിക്കാൻ ഇടവരുത്തരുതപ്പ. അരോഗമുള്ള ഭാഗത്തിൽ ഇപ്പോൾ യേശുവിന്റെ കരം തൊടട്ടെ, ഇപ്പോൾ യേശുവിന്റെ കരം തൊടട്ടെ. വചനമയച്ചു സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. അലർജിക്കൽ പ്രോബ്ലംസ് സൗഖ്യമാകട്ടെ. കർത്താവ് അങ്ങ് ചെയ്തിരിക്കുക സ്തോത്രം, അങ്ങ് റിസ്റ്റോർ ചെയ്തിരിക്കുക സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.